ഡാൻ നോക്കൂ, ഇവിടെ ഇപ്പോൾ അമ്പലപ്പുഴ ആർക്കായിരിക്കും പിന്തുണ എന്ന കാര്യം ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ അത് ഇതിൽ വരേണ്ടതല്ല എങ്കിൽ പോലും പുറത്തുനിന്നാണോ അതിൽ ഒരു വ്യക്തതയൊക്കെ വരേണ്ടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ തളിപ്പറമ്പിന്റെ കാര്യം, അവിടെയും ഒരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തുന്നില്ല. നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞത് ഞങ്ങൾ 10 മണിക്കൂർ കൂടുതൽ എടുത്താൽ എന്താ, വരുന്ന ലിസ്റ്റ് എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന ലിസ്റ്റ് ആയിരിക്കും എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. കുറ്റമറ്റതായിരിക്കും. പക്ഷെ ഇതിൽ ഒരു സ്വാഭാവികമായും ഈ ചർച്ചകളൊക്കെ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന സീറ്റുകൾ മാത്രമേ പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്നൊരു സാഹചര്യം ഇല്ലേ ഡാൻ? അതായത് പ്രശ്നങ്ങൾ ഇനിയും ഒരുപാടുണ്ട് കോൺഗ്രസിന്. CPM-ന്റെ തലമുതിർന്ന നേതാവായിരുന്ന ജി സുധാകരൻ പാർട്ടിയുമായി ദീർഘവർഷങ്ങളായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു. താൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന നിലപാടെടുത്തപ്പോൾ തന്നെ ഉറപ്പായിരുന്നു അമ്പലപ്പുഴയിൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന കാര്യം. അതിനുശേഷമാണ് ഔദ്യോഗികമായൊരു തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ആലപ്പുഴയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പാർട്ടി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത്. അവിടെ അമ്പലപ്പുഴയിൽ അദ്ദേഹം മറ്റൊരു പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ് നേതാവായിരുന്ന ജോബ് ജനവിധി തേടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. അതായത് ജി സുധാകരന് പിന്തുണ നൽകാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിന്റെ തീരുമാനം പ്രാദേശികമായി ചില എതിർപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ജില്ലയിൽ അത് ഒരു അനുകൂല തരംഗം ഉണ്ടാക്കും എന്നൊരു പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. അതിൽ എത്ര കണ്ട് യാഥാർത്ഥ്യമുണ്ട് കിരൺ? ഡാൻ, പ്രാദേശികമായി കോൺഗ്രസിൽ എതിർപ്പ് വരിക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഏതെങ്കിലും പുതുമയുള്ള കാര്യമല്ല. അങ്ങനെ അത് മഹാഭൂരിപക്ഷ മണ്ഡലങ്ങളിലുമൊക്കെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അത്തരം എതിർപ്പുകളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ജി സുധാകരനെ പോലെ ഒരാളെ പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ നേട്ടം തന്നെയാണ്. അത് അമ്പലപ്പുഴയിൽ മാത്രമുണ്ടാകുന്ന ഒരു നേട്ടമല്ല. സംസ്ഥാനത്ത് വലിയ പ്രതിച്ഛായക്കുള്ള അഴിമതി വിരുദ്ധ പ്രതിച്ഛായക്കുള്ള നേതാവാണ് ജി സുധാകരൻ. CPM-ൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് എത്തുക എന്നുള്ളത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അല്ലെങ്കിൽ സാധാരണ സംഭവിക്കുന്നതല്ല. അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയമായി തന്നെ നിങ്ങളൊക്കെ പറഞ്ഞു ഇത്തിരി ലേറ്റ് ആണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. ഈ ജില്ലയിൽ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, ഈ മന്ദിരം ലീഡർ ശ്രീ കെ കരുണാകരന്റെ ഓർമ്മ വയ്ക്കുന്ന മന്ദിരമാണ്. ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മ വയ്ക്കുന്ന ഹാളുമുണ്ട്. ഈ 2 നേതാക്കളുടെ ഓർമ്മ വയ്ക്കുന്ന മന്ദിരത്തിലേക്ക് ഞങ്ങളൊക്കെ കടന്നു വരിക ഇലക്ഷൻ കഴിഞ്ഞ് MLA-മാരായിട്ടായി 13 പേര്. ഇവിടെ സ്ഥാനാർത്ഥികൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവുണ്ട്, ASU നേതാവുണ്ട്, KPC നേതാവുണ്ട്. എല്ലാ ഘടകങ്ങളെയും പാർട്ടി പരിഗണിച്ചു. മഹിളയുണ്ട്, സ്ഥാനാർത്ഥി മഹിള വരുന്നുണ്ട്, എല്ലാവരെയും പരിഗണിച്ചു. മാത്രമല്ല കോഴിക്കോട്ടെ കോൺഗ്രസുകാരും UDF-കാരും കോഴിക്കോട്ടെ പൊതുസമൂഹവും മനസ്സിലേറ്റ് നെഞ്ചിലേറ്റ് സ്വീകരിക്കുന്ന പട്ടികയാണ് ഇതെന്ന ഉറച്ച വിശ്വാസമാണ് ഹൈക്കമാൻഡ് ഈ പട്ടിക. DCCയുടെ പട്ടിക എന്തായാലും പൂർണ്ണമായി അംഗീകരിച്ചു. ഞാൻ അതേക്കുറിച്ച് പറയണ്ട, ഞാൻ പറഞ്ഞിട്ടാണ് വിരുന്ന് വരുത്താനല്ലേ അതൊക്കെ പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. എല്ലാവരുടെയും പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പൊ നോർത്ത് കഴിഞ്ഞു. നാദാപുരത്തും കൊയിലാണ്ടിയിലും ബാലുശ്ശേരിയിലും എലത്തൂരുമൊക്കെ പ്രകടനം നടക്കുകയാണ്. നാളെ രാവിലെ കൊയിലാണ്ടിയിലെ ഇലക്ഷൻ കൺവെൻഷനാണ്, രാവിലെ 10:30 നാളെ രാവിലെ. വളരെ അനുകൂലമാണ്. കാരണം ഒന്നാമത് ഈ സർക്കാരിനുള്ള ജനവിരുദ്ധ വികാരം 10 വർഷമായി കേരളവും കോഴിക്കോടും ഉറങ്ങിക്കിടക്കുകയാണ്. തളർച്ച മാത്രമേ ഇവിടെ വളർച്ചയില്ല. അപ്പൊ ഈ തളർച്ചയുടെ പ്രതീകമായ കോഴിക്കോടിന് ഉള്ള മാറ്റം ജനം ആഗ്രഹിക്കുന്നു. കേരളം മാറോടൊപ്പം കോഴിക്കോടും മാറും. കോഴിക്കോട്ട് ആവർത്തിച്ച് പറയുന്നു 13-ൽ 13, 13 out of 13. ഇതാണ് UDF ലക്ഷ്യം. അത് നേടുകയും ചെയ്തു. ബാലുശ്ശേരി മറിഞ്ഞു കഴിഞ്ഞില്ലേ, കോട്ടൂർ പഞ്ചായത്ത് മറിഞ്ഞില്ലേ, ബാലുശ്ശേരി പഞ്ചായത്ത് മറിഞ്ഞില്ലേ, പിന്നെയാണ് ഇനി ബാലുശ്ശേരി അസംബ്ലി മറിയാത്തത്. 2001 ശേഷം ഒരു കോൺഗ്രസ് MLA വരാൻ പോവാണ് അല്ലേ? MLA അല്ല, MLA-മാർ വരാൻ പോകുന്നു. കോഴിക്കോട് MLA-മാർ വരാൻ പോകുന്നു. അതാണ് ഏറ്റവും പ്രധാന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, ഞാൻ പറഞ്ഞില്ലേ, ചരിത്രത്തിൽ ഇന്ന് വരെ നേടാത്ത വിജയത്തായിരിക്കും ഇത്തവണ UDF ഈ ജില്ലയിൽ നേടാൻ പോകുന്നത്. അത്രയ്ക്ക് സജ്ജമാണ് അടിത്തട്ട്, അത്രയ്ക്ക് ആവേശത്തിലാണ് പ്രവർത്തകർ. ഇപ്പൊ ഞങ്ങളൊക്കെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ്, ഞങ്ങളൊന്നും ഇലക്ഷൻ കമ്മിറ്റി പോസ്റ്റർ അടിക്കുന്നതിന് മുമ്പ് വ്യക്തിപരമായ ചെലവിൽ പോസ്റ്റർ ഒട്ടിച്ച സ്ഥലമാണ് കോഴിക്കോട് ജില്ല. പലരും അരുത് എന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും കാത്തിരുന്നിട്ടില്ല. അതുകൊണ്ട് ആവേശത്തിലുള്ള പ്രവർത്തകർ, സജ്ജമായ അടിത്തട്ട്, അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം, അതിനേക്കാളൊക്കെ ഉപരി കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്ന മാറ്റം, ഇതെല്ലാം കൊണ്ടും അതിന്റെയൊക്കെ അനുകൂലമായ പ്രതിഫലനം കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പിലുണ്ടാകും. എന്തായാലും ഇത്തവണ അത്ഭുതങ്ങൾ നടക്കും എന്നതാണ് പ്രവീൺ കുമാർ പറയുന്നത്. ഇപ്പോൾ അവിടെ ഉള്ള സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടവർ അവരുടെ സന്തോഷം പങ്കുവെക്കുകയായിരുന്നു. അവിടെ ജയന്ത് ഉണ്ട്. കോഴിക്കോട് നോർത്തിലാണ് കെ ജയന്ത് മത്സരിക്കുക.
ഒപ്പം കൊയിലാണ്ടിയിലാണ് കെ പ്രവീൺകുമാർ മത്സരിക്കുന്നത്. നാദാപുരത്താണ് KM അഭിജിത്ത് മത്സരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ 55 പേരുടെ പട്ടികയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അവിടെ തർക്കങ്ങളുള്ള സീറ്റുകൾ, അഭിപ്രായ വ്യത്യാസങ്ങളുള്ള സീറ്റുകളൊക്കെ ഒഴിച്ചിട്ടുകൊണ്ടുള്ള ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്, ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇനി 37 സീറ്റുകളിൽ തീരുമാനമാകാനുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടേറിയ കാര്യം തർക്കങ്ങളുള്ള ഇടത്ത് തീരുമാനമാകുക എന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ സമ്മർദ്ദം MPമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കെ സുധാകരൻ ആ സമ്മർദ്ദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ കണ്ണൂർ ഉൾപ്പെടെ ഒഴിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ്, ആദ്യഘട്ട സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുന്നത്. നേമം ഒഴിച്ചിട്ടിരിക്കുന്നു. അരുവിക്കരയിൽ തീരുമാനമായിട്ടില്ല. മറ്റ് വിസ്മയങ്ങൾ നടന്ന ഇടങ്ങളിൽ തീരുമാനങ്ങൾ പെൻഡിംഗ് ആണ്. അങ്ങനെ 37 ഇടങ്ങളിലെ തീരുമാനം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പുറത്തുവിടുന്നത്. കിരൺ ബാബു നമുക്കൊപ്പം തുടരുന്നുണ്ട്. കിരൺ, കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഉള്ള ചർച്ചകൾ നടത്തി പരിഹാരമാകേണ്ടുന്ന, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടുന്ന ഇടങ്ങളിൽ ഇപ്പോഴും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതല്ലേ യഥാർത്ഥത്തിൽ ഈ 55 അംഗങ്ങളുടെ ഈ സ്ഥാനാർത്ഥി പട്ടിക നൽകുന്ന സൂചന? അവരുടെ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സന്ദേശമല്ലേ ഈ ലിസ്റ്റ്? രേണുക, അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ട സീറ്റുകളിലേക്കൊക്കെ ഇപ്പോഴും തർക്കങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ആ തർക്കങ്ങളിൽ പരിഹാരം കണ്ടെത്താൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. 92 സീറ്റുകളാണെങ്കിൽ അതിൽ ചില സീറ്റുകളിലൊക്കെ ഇപ്പോൾ അമ്പലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതില്ല. ഇനി തളിപ്പറമ്പിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെന്നത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് തീരുമാനം വരേണ്ടതുണ്ട്. അങ്ങനെ ചില സീറ്റുകളിലേക്കെങ്കിലും അവരുടെ തീരുമാനം വരേണ്ടതുണ്ട്. മറ്റൊന്ന്, കോൺഗ്രസിൽ തന്നെ തർക്കമുള്ള നിരവധി സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈ വടക്കൻ ജില്ലകളിലെ സ്ഥാനാർത്ഥി പട്ടികയിലെ ചില പ്രത്യേകതകൾ കൂടി നമുക്ക് വേഗത്തിൽ പരിശോധിക്കാം. ഇരിക്കൂറിൽ സജീവ് ജോസഫ് തന്നെയാണ് മത്സരിക്കുന്നത്. ധർമ്മടത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു അബ്ദുൾ റഷീദാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ തളിപ്പറമ്പിൽ മത്സരിക്കുകയും MV ഗോവിന്ദന്റെ ഭൂരിപക്ഷം 22,000-ഓളം കുറയ്ക്കുകയും ഒക്കെ ചെയ്ത യുവ നേതാവ് കൂടിയാണ് ഇത്തവണ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കുന്നത്. തലശ്ശേരിയിൽ KP സജു ആണ് മത്സരിക്കുന്നത്. പേരാവൂരിൽ സണ്ണി ജോസഫ് തന്നെ മത്സരിക്കുന്നു. പേരാവൂരാണ് കേരളം ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മണ്ഡലങ്ങളിലൊന്ന്. KK ശൈലജയും സണ്ണി ജോസഫും തമ്മിൽ മത്സരിക്കുന്ന പേരാവൂരിൽ. മാനന്തവാടിയിൽ ഉഷാ വിജയനാണ് മത്സരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ IC ബാലകൃഷ്ണനെ ചിലപ്പോൾ മാറ്റിയേക്കുമെന്നാൽ ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് അങ്ങനെയല്ല, IC ബാലകൃഷ്ണൻ തന്നെ വീണ്ടും മത്സരിക്കുന്നു. കൽപ്പറ്റയിൽ T സിദ്ദിഖ് തന്നെയാണെന്ന് ഉറപ്പായിരുന്നു നേരത്തെ. അക്കാര്യത്തിൽ മറ്റൊരു തർക്കമില്ലായിരുന്നു. നാദാപുരത്ത് KM അഭിജിത്തിന്റെ പേര് തന്നെയാണ് തുടക്കം മുതൽ തന്നെ വന്നിരുന്നത്. അഭിജിത്തിന്റെ പേര് തന്നെ വരുന്നു. കൊയിലാണ്ടിയിൽ പ്രവീൺകുമാർ, കോഴിക്കോട് DCCയെ സമർത്ഥമായ രീതിയിൽ നയിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം മുൻകാലങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ K പ്രവീൺകുമാർ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ബാലുശ്ശേരിയിൽ VT സൂരജാണ്. എലത്തൂരിൽ വിദ്യാ ബാലകൃഷ്ണൻ മത്സരിക്കുന്നു. കോഴിക്കോട് നോർത്തിൽ K ജയന്താണ് മത്സരിക്കുന്നത്. ജയന്തിന്റെ സ്ഥാനാർത്ഥി വിഷയത്തിലും നേരത്തെ തന്നെ ഏറെക്കുറെ ധാരണയായതായിരുന്നു. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ കഴിഞ്ഞ നിലമ്പൂരിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ മറുകണ്ടം ചാടിയപ്പോൾ ഉണ്ടായ ഒഴിവിൽ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വലിയ മികച്ച വിജയം നേടിയ ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് വീണ്ടും നിലമ്പൂരിൽ മത്സരിക്കുന്നത്. വണ്ടൂരിൽ AP അനിൽകുമാർ തന്നെ, തുടർച്ചയായി വണ്ടൂരിനെ വർഷങ്ങളായി പ്രതിനിധീകരിക്കുന്ന മുൻ മന്ത്രിയുമൊക്കെയായ AP അനിൽകുമാർ തന്നെയാണ് വണ്ടൂരിൽ. അതിൽ എന്തെങ്കിലും മാറ്റം വരുമെന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. തവനൂരിലാണ് VS ജോയിയുടെ വിഷയത്തിലായിരുന്നു നിലമ്പൂർ വന്നപ്പോഴടക്കം വലിയ തർക്കം കോൺഗ്രസിനുള്ളിൽ ഉണ്ടായത്. VS ജോയി മത്സരിക്കണോ അതോ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കണോ എന്നുള്ള തർക്കമുണ്ടായി. അവസാനം എവിടെ VS ജോയിയെ മത്സരിപ്പിക്കുമെന്നുള്ള ചില വിഷയങ്ങളുണ്ടായി. ലീഗുമായി തിരുവമ്പാടി സീറ്റ് വെച്ചു മാറാനുള്ള ചില ആലോചനകളുണ്ടായി. പക്ഷേ അവസാന നിമിഷം അതെല്ലാം ഒഴിവാക്കി തവനൂരിലേക്ക് VS ജോയിയെ കൊണ്ടുവന്നിരിക്കുന്നു. തിരുവമ്പാടി സീറ്റ് വെച്ചു മാറുമ്പോൾ ഉണ്ടാകുന്ന ചില ജാതി മത സമവാക്യങ്ങളൊക്കെ എതിരാവും എന്നുള്ളത് കൂടി കണക്കിലെടുത്താണ് തവനൂരിലേക്ക് VS ജോയിയെ കൊണ്ടുവന്നത്. പൊന്നാനിയിൽ നൌഷാദ് അലിയാണ്. തൃത്താലയിൽ VT ബൽറാം, വീണ്ടും തൃത്താലയിൽ VT ബൽറാം മത്സരിക്കുന്നു. MB രാജേഷിന് എതിരാളിയായി VT ബൽറാം മുൻ MLA ആണ് തൃത്താലയിലെ. കഴിഞ്ഞ തവണയാണ് VT ബൽറാമിനെ പരാജയപ്പെടുത്തി MB രാജേഷ് അവിടെ നിന്ന് വിജയിച്ചത്. ഇപ്പോൾ തദ്ദേശ മന്ത്രി കൂടിയായ MB രാജേഷിനെ നേരിടാൻ വീണ്ടും മുൻ MLA VT ബൽറാം തന്നെ ഇറങ്ങുന്നു. കൊങ്ങാട് KA തുളസിയാണ് മത്സരിക്കുന്നത്. തുളസിയും നേരത്തെ മത്സരിച്ചിട്ടുള്ളതാണ്. മലമ്പുഴയിൽ VS അച്ചാന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A സുരേഷിനെ മത്സരിപ്പിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.